പുതിയ ടീം. ഈ ഭാഗത്തൊക്കെ ഫുള്ള് മഞ്ഞ, കയറി കയറി വരിക മഞ്ഞ. ഒരു കാലവർഷവും ഇവിടെ എത്തിയിട്ടില്ല, പകരം മഞ്ഞ. ശ്യാമളമ്മ വന്നില്ലേടി? വന്നോ? കണ്ടില്ലോ വന്നിട്ട്. മമ്മി കയറി വന്നോ? ഇപ്പം വന്നോളൂ. ഇപ്പൊ ഇങ്ങോട്ട് എണീറ്റ് വന്നേ ഉള്ളൂ. നീ അപ്പം നിന്നോട് എന്നാ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? എഴുന്നേറ്റ് വരുന്നോടനെ എന്നാ പറഞ്ഞേക്കുന്ന പറ, അത് പറയാതെ എന്നാ വിട്ടു പൊക്കോ. പൊക്കേ നീ പോയേടി നമ്പർ ഇറക്കാതെ. പോത്ത് മേടിച്ചുണ്ടോ? അതിൽ കൂടല്ലേ വന്നേ? ഉറങ്ങുന്നില്ലടി, പോയടി ചേച്ചി. പോയി വന്നത് ശ്യാമ. ഉറങ്ങുന്നോ? ആരും ഉറങ്ങുന്നില്ല. ജയ ഉറങ്ങുന്ന? ജയ പിന്നെ ആരാ? മഞ്ഞൊക്കെ ഇപ്പോഴാ പോയെ. ഇന്നലെ വന്ന കാലവർഷം ഇങ്ങനെ വെയിലിൻ്റെ രൂപത്തിലാണ് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തൊക്കെയായിരുന്നു ഉണ്ടോ? അത് സൂപ്പർ വെയിൽ. ചേച്ചി പറയല്ലേ ചേച്ചി? ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. സോപ്പ് അവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പറഞ്ഞല്ലോ ഞാൻ. കർഷക സ്ത്രീ ഒന്നും അല്ലടി. ഞാൻ പറഞ്ഞില്ലല്ലോ.
വീഡിയോ വന്നെടുക്കും. എന്താ കിളയോ എങ്ങോട്ടൊക്കെ നടക്കുന്നെന്ന് കണ്ട് അതുകൊണ്ട് തന്നെ ചേമ്പ് ഞാൻ എവിടുന്ന് കൊണ്ടുവന്ന് വെച്ചു നടാനാളി. ഒന്നാമതൊരു കൃഷിക്കാരുടെ മോളായി വന്നല്ലോ. രസമൊക്കെ ഞാനെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് കുറ്റം കൊണ്ട് വരും അല്ലേ എൻ്റെ അപ്പൻ. ഈ കൊച്ചിയാകുമ്പോൾ എനിക്ക് എവിടെ പോവാ? എടി ആ ചക്ക പഴുത്താ, നമുക്ക് അടുത്ത ദിവസം കുമ്പളം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അവിടെ ഇരിക്കട്ടെ. വെട്ടാനൊന്നും വയ്യ എനിക്ക്. നീ പോയാ മുടിയെല്ലാം കെട്ടി വെക്ക് പോ. എന്നിട്ട് ചുമ്മാ കെട്ടി വെക്ക് നോക്കാം. കൊച്ചിന് മുടി വിട്ട് കൊടുക്കണ്ട് ഞാനാണ് മോളെ. ആരാണ് കെട്ടി തന്നോ? എടി നിന്നോട് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ വെട്ടുന്നില്ല, പഴുത്തയൊക്കെയാണ്. തുറക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇതെ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പം ഇവിടെ പൊങ്ങണം ഉണ്ടോ. അതേ സമയം അങ്ങോട്ടിടുമ്പം തന്നെ വീഴും. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും സമയനായടി. അത്രയായി. അപ്പം മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. തുണിക്ക് ചെറുതായിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് തുണിയൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടില്ല. നാരായണി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമളമ്മയ്ക്ക് കാലിളകി എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ തന്നെ ആ സാധനം ഊട്ടി വരുന്നുണ്ട്. മഴ വരുന്നത് കണ്ട് കഴിഞ്ഞാൽ വിട്ട് വരും ഉണ്ടോ. എന്നാത്തിന് വരുമോ ഇവിടെ തുണി എടുക്കാൻ നേരത്തില്ല 10 പേര് പോകാൻ നോക്ക്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കിടന്ന കാറും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചെന്നും പറഞ്ഞ് പൊക്കോട്ടേന്ന്. കുറച്ച് തുണിയുണ്ട് ആ പാടെ 4, 3, 7 തുണി എടുക്കാൻ വേണ്ടി 4 പേര്. ആ ചെടിയാലെല്ലാം പിടിച്ച് വലിച്ചു പറിക്കുന്നതുണ്ടോ? ആ നീ ഒന്ന് ഭംഗിയുണ്ട് എടുത്തോണ്ട് വാടി. എന്നാടി തത്തിക്കളിച്ച് നിൽക്കുന്നേ? ഇവിടെ വെക്ക്. നീയുണ്ടോ അത് വെച്ചേ അതിനകത്ത്? അങ്ങനെ അങ്ങോട്ട് വെക്കടി അതിൻ്റെ പുറത്ത്. അത് തണുത്താന്ന് പറഞ്ഞാൽ വെച്ചാൽ അന്നേരം ഇതാവുമോ? വെക്ക്. എന്നിട്ട് അവിടെ പോയാൽ ഗേറ്റ് ഒന്ന് വർക്കിംഗ് ആണോ എന്ന് നോക്കി. തുറക്കാൻ നേരം അതേ കൂട്ടിപ്പിടിക്കണം. അങ്ങനെ ഇനി ഇനി കയറ്റിയിടുമ്പോൾ അതേ പിടിക്കില്ലേ? ഒന്നുകൂടെ എടുത്തു നോക്കി. ഓക്കെ അല്ലേ? എന്നാ അടച്ചോ. മഴ പെയ്യുന്നതിന് മുമ്പ് വിറ ഓടിച്ചു വെച്ചാൽ കയ്യിലിരിക്കും. വിറ ഓടിച്ചു വെച്ചാൽ കൊള്ളാം എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ എന്നാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പാവം കൊച്ചു കിടന്ന് ഉറങ്ങുക. ഇത് രണ്ടും കൊണ്ട് വെച്ചേക്കാവും. എന്നിട്ട് പോയി ഇപ്പോൾ എല്ലാം കഴിക്കുക കേട്ടോ. വിശന്നിരിക്കണ്ട അധികം നേരം. 12:50 ആയതേ ഉള്ളൂ. എന്നാ
നീ പോയാ കേട്ടോ. ഇതിനൊക്കെ ചെറിയൊരിതുണ്ട് ചിലതിനൊക്കെ. എന്റെ പേര് ശ്യാമളജി. ശ്യാമളി ശ്യാമള വിയോ? മുണ്ടക്കയം. ആ നിന്നോട് ഇതാരെങ്കിലും ആരും ചോദിച്ചില്ലോ? ശ്യാമള ബി. ശ്യാമള ജയം മുണ്ടക്കയം കിട്ടേ. മതിയോ? മതി. ചുറ്റടിയൊക്കെ വിട്ടു. ശ്യാമള ജയൻ പുടമിട്ട ഇഞ്ചി ഇഞ്ചിപ്പാറക്കോട്ട. എവിടെ സ്ഥലം? ഇവിടെ ഇഞ്ചേനി ഒട്ടക്കാവ്. അതല്ല, കൊറേ വർഷമായി അമ്പലത്തിൽ പോയിട്ട്. ഉയ്യോ. ആ ഓ അപ്പൊ നോക്ക്, ഇതാണ് ഇടിയും കാറ്റും മഴയും. കൊറേ വർഷമായി മരത്ത് നോക്കി കുളിച്ചിട്ട്. ആ കുളിച്ചാ ഈ വർഷം എന്ന് പറയുന്നത് നിനക്ക് തന്നെ? ഞാൻ പണ്ട് ഞാനും ജയചാച്ചി വന്നപ്പോ വിളിച്ചു മരത്ത്. മതിയോ? മതിയോ? വെയില് വെയില്. നീയൊക്കെ തുണിയെടുക്കാൻ നോക്കിയിരുന്ന വെയിൽ വരാൻ. പക്ഷെ അതെ മറ്റവൻ വരുന്നുണ്ട് കേട്ടോ. ആരാ? ആ മറ്റവൻ എന്ന് പറഞ്ഞാൽ കാറ്, മഴക്കാറ്. അതേന്നേ, അതുകൊണ്ടോ മഴക്കാറാ. സൂര്യൻ വരുമോ എന്നറിയത്തില്ല. സൂര്യൻ ഉണ്ടല്ലോ, പിന്നെ ഇനി അങ്ങോട്ട് വരാനാ. ഇതുകൊണ്ടില്ലേ പോയി. പോയി. വയ്യെന്ന് പറഞ്ഞ കിടത്താൻ സമ്മതിക്കലൊക്കെ വീട് 24 മണിക്കൂർ നമ്മൾ പണിതായി ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്കൊന്നും വയ്യ കിടക്കാൻ പറ്റത്തില്ല. കിടക്കാൻ പറ്റത്തില്ലെന്ന് ആരും പറഞ്ഞില്ല. ഇവിടെ കിടക്കണ്ട, അപ്പുറത്ത് കിടക്കാൻ മാത്രം പറഞ്ഞു. നമുക്ക് അങ്ങനെ എവിടെയാലും കിടക്കണ്ടത് എന്നാ നേരത്തെ ഞാൻ വരുവാ ഇവിടെ കിടക്കാം. വാ നീയും പോ, എഴുന്നേറ്റ് പോ. ചേട്ടാ ഞാൻ വയ്യ ചേട്ടാ, നിങ്ങൾ പറയുന്ന പോലല്ല. എനിക്ക് ശരീരവേദന ഉണ്ടല്ലോ. നിങ്ങളെ അവസ്ഥ തന്നെ മനസ്സിലാക്കാത്ത കഷ്ടമായത്. വീണ്ടും വെയിൽ. മാറ്റി വെക്കാം. കഴിക്കാൻ പറ്റുമോ? കൂഴച്ചക്കപ്പഴം. കൂഴച്ചക്കപ്പഴം. എന്താ മഴ വരുന്നുണ്ട്. മഴ പുറത്തില്ല. കഴിക്കാൻ പറ്റുമോ? തരാടി, ഇതൊന്നും എടുക്കട്ടെ. അങ്ങനെ നേരെ പിടിച്ചടി. കൂഴച്ചക്കപ്പഴം. നമുക്ക് കുമ്പളം ഉണ്ടാക്കുമോ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടിയില്ല. അട, കുമ്പിൾ ഒക്കെ സൂപ്പറാണ്. നല്ല മധുരം ഉണ്ടല്ലേ. ഇടില്ല. ഞാൻ എടുത്തുതരാം, നിനക്ക് എടുത്തില്ല.
ഇന്ന് മഴ അങ്ങനെ പെയ്തിട്ടേ ഇല്ല, ചെറിയ ചാറ്റലുകൾ മാത്രം, തുണി ഉണങ്ങാൻ സമ്മതിക്കാത്ത രീതി അത്രേ നടക്കുന്നുള്ളൂ. ഒരു റവയും വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ആരും ഇവിടെ സഹായിക്കണ്ട. മനസ്സിലായില്ലേ? പാത്രം എടുത്തേ. എന്നാ ഉണ്ട് നമുക്കറിയാൻ ഉണ്ടെന്ന്. അതല്ലേ ഞങ്ങളിപ്പം നിങ്ങളൊന്നും രണ്ടുമൂന്നെണ്ണം തിന്നെടുത്ത് വേറൊരു പാത്രം എടുത്തോണേ. വേറൊരു പാത്രം എടുത്തോ. എന്നേലും ഒരു ചെരുവോ ഇത് ശരിയാക്കിയിടാൻ. ഏറ്റൊന്നും അല്ലായിരുന്നു. ആദ്യം 3 പ്രാവശ്യം ഉണ്ടാക്കി. ആദ്യം ഉണ്ടാക്കിയതൊക്കെ നല്ലത് കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കും പറ്റി. ചിലപ്പോ ഉണ്ടാക്കുമ്പോ നല്ല അതുകൊണ്ട് ശമ്പളം ഉണ്ടാക്കട്ടെ, ഞങ്ങൾ ഉണ്ടാക്കുമോ ഇപ്രാവശ്യം. ഈ ഉണ്ടാക്കാനേ നമുക്ക് ഉണ്ടാക്കുന്ന ശരിയാവോ ഉണ്ടാക്കുന്ന ശരിയാവോ ഇല്ലയോ ഒന്നും വിഷയമല്ല. നമുക്ക് ഉണ്ടാക്കാൻ ഒരു മനസ്സുണ്ട്. അതില്ലാത്തവരെ പിടിച്ച് നിർബന്ധിപ്പിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിപ്പിച്ചുണ്ടല്ലോ, അവർക്ക് എന്നാ ഉണ്ടാക്കാൻ അറിയാവുന്നവരാണെന്ന് പറഞ്ഞാലും അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിക്കോളാം. പ്രത്യേകിച്ച് ഞാൻ ചിക്കനിലായിരുന്നപ്പോ ഞാൻ പഴം കൊണ്ടാണ് പഴം കൊണ്ടാണ് ഉണ്ടാക്കി. ഞാൻ പഴം കൊണ്ട് കുമ്പിൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് ഇവിടെ ഉണ്ടാക്കി. നിങ്ങൾ ചക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടല്ലോ ഒരു 2 വലിയമാരുണ്ടല്ലോ, ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ലേ ചക്ക കൊണ്ട്? എവിടെ ഉണ്ടാക്കി? എന്നുണ്ടാക്കി? ഈ 3 വർഷം മുമ്പാ. സമാധാനം ഉണ്ടല്ലോ അല്ലേ ശാമ്പു? ചക്കപ്പനം ചക്ക പായസം കറണ്ട് വന്നില്ലേടി? അപ്പൊ ചക്ക പായസം ഉണ്ടാക്കണ്ടേ? അവിടെയൊക്കെ ഞാൻ എന്നാ ഉണ്ടാക്കാൻ ഒരു കൈസഹായം പോലും ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാക്കുന്നില്ല. അറിയോ? നമ്മളൊരു പണി ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ കഴിവ് ആരെ എങ്ങനെ സഹായം. പിന്നെ ചില പരിപാടിയൊക്കെ നമ്മൾ ചിലപ്പോൾ അതൊക്കെ ഇതൊക്കെ പറയും. എന്റെ പണിയൊക്കെ ഞാൻ ജീവിതത്തിനെ കൊണ്ട് ബുദ്ധിമുട്ട് ജയിക്കാൻ പോലും പോലും. ഇപ്പൊ ഞാൻ പറയാം, ഈ മകൾ അവിടെ വന്നിരുന്നു അവളെ കൊണ്ട് പറയാം, അവള് 2 പ്രാവശ്യം പറയും, 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്റെ പണി അങ്ങ് ചെയ്തേക്കും. അല്ല പിന്നെ ആരാ? ഞാൻ പിന്നെ അത്ര പോലെ അമ്മ ചെയ്തില്ലോ, അതല്ലേ അല്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്റെ പണി ഞാൻ ആരും ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ ഇപ്പൊ എത്ര എന്തിനാ ചിലപ്പോ 6 ദിവസം ചേർക്കാൻ വന്നാൽ ചേച്ചാൻ കാപ്പിക്കൂടെ ഉണ്ടാക്കണം, എന്തെല്ലാം ഉണ്ടാക്കി കൊടുക്കും. അതിന്റെ കൂടെ കറി ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, എല്ലാ സാധനവും ഉണ്ടാക്കി പൊറിക്കണം. ഇത് പിന്നെ വേറെ വല്ലവരും ഉണ്ടാക്കുമോ? ശ്യാമളയുടെ കെട്ടിയാലും ശ്യാമളല്ല, പിന്നെ വേറെ വല്ലവരും ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടല്ലോ മക്കളുള്ളവരുടെ അമ്മ വെളുപ്പിനെയൊക്കെ മിക്കവാറും ചേട്ടൻ വന്നിട്ട് വെളുപ്പിനെ പോലും ഞാൻ 4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് നല്ല മക്കളായ ഉണ്ടാക്കി പൊറി കൊടുക്കും. ഒരെണ്ണം വർഷം ഉണ്ടല്ലോ അമ്മ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ട് അവിടെ വന്ന് ഇരിക്കുന്നത്. ഞാൻ അരിഞ്ഞ് ഞാൻ പറഞ്ഞ അമ്മ ഒന്നും ചെയ്യണ്ട, അമ്മ ഉണ്ടല്ലോ കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് അമ്മ ഞാൻ എന്നല്ലാതെ ഞാൻ ആരോടും ഞാൻ ബുദ്ധിമുട്ട് അതിന് അവരും ചെയ്യില്ല. ഇത്രയും പ്രായമുള്ള എന്നോട് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നിരിക്കും, കുറ്റം പറയാം. കേട്ടാനും കേട്ടില്ലേ? കേട്ടില്ലെങ്കിൽ അവള് നാളെ കേട്ടോളൂ. നിങ്ങളൊക്കെ പറയാ 5, 8, 9 വയസ്സാകുമ്പോൾ കഷ്ടപ്പെടുന്നല്ലോ വീട്ടിലറിയോ? ഊരട്ടെ ഇതൊക്കെ എന്നെ കഷ്ടപ്പെട്ടേക്കുന്നു. കഷ്ടപ്പാട് കുറയുന്നതനുസരിച്ച് ആൾക്കാരുടെ കഷ്ടപ്പാടുന്നില്ല. ഊരൊരു നിങ്ങളുടെ നാട്ടിൽ വന്നത് ഞാൻ എന്തായാലും കഷ്ടപ്പെടും. എവിടെ പോകണം പുല്ല് പറിക്കാനും? ഇതൊക്കെ വല്ലതും അറിയുന്നുണ്ടോ? അമ്മക്ക് പുല്ല് കണ്ടിട്ട് പോലുമില്ല. ഇതൊക്കെ എവിടെയൊക്കെ അറിയുന്നുണ്ടോ? ഇവരോട് വെച്ചുകൊണ്ട് നാരായണി അരിപ്പൊടി ഗോതമ്പ് നീ ഇത് അതിപ്പോ റവയുണ്ടോ? റവ റവയില്ല. സംഭവം എടുത്തോ, നീ ഒരു കാര്യം ചെയ്യും, എല്ലാം എടുത്തു വെച്ചോ. അതൊക്കെ എടുക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. ശ്യാമളമ്മ എന്നതിന് ഇതിനകത്ത് ഇടപെടുന്നേ പിന്നെ അരിപ്പൊടി ഇരുന്നാ മതി.
അരിപ്പൊടി ഞാൻ അരിപ്പൊടി റവ ഒരു സഹായം വേണ്ട ഇല്ലല്ലോ. പറയാൻ പറ്റില്ല സഹായം വേണം കൈ റവ ഇല്ലെന്ന് പറഞ്ഞു. റവ വേണ്ടീ ഉള്ളത് എടുക്കടി അരിപ്പൊടി എടുക്കുക ഇതെടുക്കുക പിന്നെ അരിപ്പൊടി പിന്നെ വേറൊരു സൈസ് പൊടി ഇരിപ്പില്ല ഇവിടെ അങ്ങോട്ട് എടുത്തു മറ്റേ അമൃതം പൊടിയോ? അല്ല അമൃതം പൊടി പോലത്തെ അമൃതം പൊടി പറഞ്ഞു കൊടുത്താലും അല്ല വേണ്ട, അത് കൊച്ചിന് കൊടുക്കാനാ, അങ്ങനെ എടുക്കണ്ട. എന്നാ എടുത്തു വേണ്ട ഇത് കൊച്ചിന് കൊടുക്കുന്നില്ലായിരിക്കും അപ്പൊ അല്ല അതിപ്പോ എല്ലാവർക്കും അത് 2 പ്രാവശ്യം അതിന് കൊടുക്കാവില്ല. അതല്ല ചേർത്താം നല്ല ടേസ്റ്റ് മധുരം ഉള്ളതുകൊണ്ട് അപ്പേ അരിപ്പൊടി വേണ്ടേ? അങ്ങോട്ട് അപ്പേ അരിപ്പൊടി ഇവിടെ ആട്ട കാണും. ആട്ട വേണോടി നിന്നോടല്ലേ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇടണ്ടേ? കുറച്ചിട്ട് പറയാം കേട്ടോ വിടറേ അങ്ങോട്ട് ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഏത് അല്ലാതെ പിന്നെ അതൊക്കെ ആവശ്യത്തിനുണ്ട് നീ ഇത് ഈ കൂടിയെന്നെങ്ങാനും പറഞ്ഞാലേ ഞാൻ കേട്ടോ ആ മതി അത്ത് പോരായിരിക്കും ശരമണം വേണം നിനക്ക് തന്നെ ഇത്ര പണി ഇടാൻ അങ്ങോട്ട് സാധനം വേണ്ട നിനക്ക് വേണ്ടേ നിനക്ക് വേണ്ട കുറച്ച് അത്രയും മതി പോരെ. അപ്പൊ നിനക്കുള്ള കുറച്ച് ഇട്ടിട്ടുണ്ട് എന്നാ ഏപൊടി മറ്റേ പൊടി ഒരു പാക്കറ്റ് അവിടെ ഇരിപ്പുണ്ടേ പൊട്ടിച്ച് അടുത്ത് എവിടെ? ഇവിടെ ഇതിനകത്ത് ഇതിനകത്ത് അതിനകത്ത് ഇന്നത്തെ അപ്പാന്തപൊടി ഇതന്നെ അത് കിട്ടോ മൊത്തം കിട്ടോ മൊത്തം. കിട്ടാൻ പറഞ്ഞില്ലേ നീ ഗോതമ്പൊടി മോനെ അതിനകത്ത് ഇടുന്നത് അത് ചള്ളിക്കുന്നില്ലേ? അത് ചള്ളിക്കുന്നില്ലേ അത്? ഉണ്ടെന്ന് അവിടെ നില്ലെന്ന് വെയിൽ മോനെ അതനുസരിച്ച് വേണ്ട, ചാറിന്റെ അനുസരിച്ച് വേണം, അല്ലെങ്കിൽ അത് വെറും ഇതായിപ്പോ. ചാറൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചാറാ നീ ധൈര്യമായിട്ട് ഇട്ടോടി മതിയടാ, എന്നാ മതി മതിയല്ല ചാമ്പളക്ക് വേണ്ട ചാറിട്ടിട്ട് ആ ചാറിന്റെ ഇതനുസരിച്ച് നമ്മള് ഓരോ സാധനം എടുത്താൽ അത് സാരമില്ലതേ ഇതിപ്പോ എടുക്കും ഇല്ലെങ്കിൽ ഡ്രൈ പൊട്ടിച്ചുണ്ടല്ലോ ഒരെണ്ണം ഇല്ല അത് ഇതിനകത്തുള്ളൂ. ആട്ട പൊട്ടിച്ച് ഇന്നലെ എടുത്തായിരുന്നു. എന്നാ പൊട്ടിക്ക് കത്രി എടുത്തുണ്ടോ? ചാച്ചാന്റെ കടയുണ്ടാക്കാൻ കടയുടെ കൂടെയുള്ള കറി അടിപൊളിയായിരുന്നു അല്ലേ? അതൊക്കെ മതി. അത് നമ്മളെല്ലാം ഉണ്ടല്ലോ എന്തെങ്കിലും തിന്നാൻ ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഒരാളെയാണ് ചുമ്മാ തന്നാലും മതി. അതവിടെ പട്ടിണി കിടക്കുമ്പോ ഇവിടെ വരുമ്പോഴും അതാ അവസ്ഥ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഓ, എന്റെ അടുത്തൊന്നും ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കൊന്നുമില്ല. ഓ പിന്നെ ഇപ്പം വന്നതെന്ന് വെച്ചാൽ ആരുടെ അടുത്താ പിന്നെ ഇപ്പൊ ഞാൻ അടുത്തല്ല വന്നേ ദേവേന്ദ്രന്റെ അടുത്ത് മുത്തപ്പട്ടന്റെ അടുത്താ പോയത് എന്റെ അടുത്ത് വന്നാന്ന് ഇപ്പം വന്ന വേറെ ആരുടെ അടുത്താ ഞാനേ അവന് പറ. ഒരുപാട് വേണ്ട അതാ പറഞ്ഞു. വീടണ്ടേ? പോരെ. എന്നെ കൊണ്ടുപോയി ജയ കാണിച്ചിട്ടാ പോലെ എന്നാ പറയുന്ന അറിയാനാ നീ ചെല്ലേ കാണിക്കേ മന്ദബുദ്ധി എന്താ അങ്ങനെയൊക്കെ പറയും കാണാതെ അത്ര മതിയോന്ന് അളവ് അതാ ചോദിച്ചത് എന്നാ മതിയടോന്ന് നമ്മളൊക്കെ ഫോണും വിളിച്ച് നമ്മളെ തെറിയും പറഞ്ഞ് അതൊക്കെ മാറും. കാലെല്ലാം മാറാൻ പറ്റുള്ളൂ. ഇനി അടുത്ത വന്നപ്പേ ഗോതമ്പ് പൊടി മതിയടി ഇനി ഗോതമ്പൊടി ഇട്ട് ഇട്ടാ നീ എന്നാ ഒരു ഇതിനുണ്ട് ഒരു ചുള്ളെന്ന് വെച്ചാൽ ആ സ്പൂണിലൊരു 1/4 സ്പൂണ് അവിടെ
കുളിച്ചപ്പേ അല്ല ഇനി അടുത്ത എന്തോ എന്താ അടുത്ത തന്നെ സാമ്പാർക്ക് എന്തോ അതിനകത്ത് വേറെ കുറച്ച് സാധനം കൂടെ ഇടണം. ജീരകം, ഏലക്ക, പിന്നെ ഒന്നും അറിയത്തില്ലേ, ചെറിയ ജീരകം, ഏലക്ക, പിന്നെ അപ്പൊ ജീവ വെച്ചോ ഇതൊക്കെ പൊടിച്ചതാണോ പൊടിക്കാത്തതാണോ? പൊടി അതിൻ്റെയൊക്കെ പൊടിയാ വേണ്ടേ. ഇല്ല പൊടിക്കണം. അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പൊടിച്ചിട്ടില്ല ജീരകം, പൊടിക്കണം. ചതച്ചിട്ടാ മതി. പറഞ്ഞാലും ഞാൻ ചെയ്യണ്ട. ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. അലക്സ ഇതേ കൊണ്ടുതേക്കുന്നു ഇവിടെ കൊടുക്ക്. ഇതാണോ? ആ ജീരകം, അതാ ജീരകം. അതല്ല വലുതും ചെറുതൊക്കെ ഉണ്ടല്ലോ, അതാ ചോദിച്ചേ. ആ അതൊക്കെ ഞാൻ പോയി അറിയാം. നീ കൊച്ചു കളിക്കല്ലേ, നിനക്കറിയത്തില്ലെങ്കിൽ നീ കളിക്കല്ലേ. ഇത് കുറച്ച് ചതക്കണ്ടേ? ഈ അമ്മയുടെ മോളെ ചതച്ചപ്പോഴേ അതും വേണം, ഇതും വേണം. ഏലക്ക വേണ്ട ഒന്നും എടുക്കാൻ പോകണ്ട. പറഞ്ഞേ ഇത്ര വേണം. നീ എടുത്തോണ്ടോ, ഞാൻ വേറൊരു പാത്രം എടുത്തോണ്ടോ, ഞാൻ പറയാം. വേറെന്നാ മാത്രം? ഏലക്കായും പിടിക്കണ്ടേ, അത് രണ്ടും എടുത്തോണ്ട് പോവാ. വേറൊരു ചെറിയ പാത്രം എടുത്തു, അതിനകത്ത് ഇട്ടാൽ മതി. എന്നിട്ട് കൊണ്ടുവരിച്ചു, എന്നിട്ട് അവിടെ വെക്കണം. ആ പാത്രത്തിൽ തന്നെ അത്. നീ ഒന്നും ചെയ്യണ്ട കേട്ടോ. എടി അതോടെ വെക്കണി. സാരമില്ല, പിന്നെയാണ് കാണുന്നത്. എന്നാ അവൾ ചുമ്മാ ഇരുന്നിട്ട് മുഖത്തോട്ട് അടിക്കുന്നു. അവളെ പെടലിക്കൊരെണ്ണം കൊടുത്ത് പറഞ്ഞു വിടാണ്. കറണ്ട് വന്നപ്പോ കൊള്ളാ കൂടെ അത് കൊണ്ടുവെക്കല്ലോ. വേറെ ഒരു സാധനങ്ങളോ ഉണ്ടായതല്ലേ. അലക്സ അത് ഇടിക്കട്ടെ ഇനി. നീ മേടിച്ചോ. അലക്സ എനിക്ക് ശിവകുമാർ കസ്തൂരിമ ലക്ലു അലക്സ മുട്ടേ പന്നി അലക്സ ഉണ്ടായിരുന്നു. എന്താ നമ്മളെ വേറെ പണിയുണ്ട്. പന്നീർ ശ്യാമമ്മ പാടിത്തരും. പിന്നെ എന്തിനാടി നിനക്ക് അലക്സ? ശ്യാമമ്മ ഇവിടെ ഉണ്ട്. Alexa. Alexa. Singam. Alexa. ഉണ്ടായിരടി. Singam. Sham. Karak. Sham. Alexa. I did not understand. If you want to listen to another animal, just Alexa. sit. Alexa, open the webcam. ശാംഭവിയെ വേണോടി? വേണോ? ഇനി പാത്രം തരും, മറ്റേ കിടുത്ത പാത്രം എടുത്തു തരാമോ? അത് നീ അല്ല അടുക്കളയിലുള്ളത്. അതുവാ. അയ്യോ നീ നല്ല ബലം വേണം. ചുമ്മാ അവിടെ തത്തി കളിച്ചോണ്ടിരിക്കും. പിന്നെ അമ്മ തന്നെ എന്നെ ചെയ്യിപ്പിച്ചു.
അതൊന്നും പോരാ, ചുവന് ഇടിച്ച് ചതക്കടി. അല്ല മിക്സിക്കകത്തില്ല നിനക്ക് പറ്റിയില്ലെങ്കിൽ. അതങ്ങോട്ട് മുമ്പ് പറഞ്ഞാൽ പോരായിരുന്നോ? അത് അത്രയായിട്ട് മിക്സിക്കകത്ത് അറിയല്ല അല്ലേ? ചക്കപ്പായസം അതാ അല്ല, കുമ്പിൾസ്. നിന്റെ അമ്മയോട് ഞാൻ രാവിലെ തൊട്ട് ഇത് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ട് ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്റെ ഒക്കെ വിരലിരിക്കുന്നുണ്ടോ? ഞാൻ ഈ കേറി അങ്ങനെ എനിക്ക് പറയണ്ട. ഇതുപോലെ 100 കീർച്ച എന്റെ അമ്മയുടെ കയ്യെ പുല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇല്ല അതോ അതെന്നാ അരിവാൻ കൊണ്ട് പോയ എത്ര തവണ നമ്മുടെ കൈ മുറിഞ്ഞിരിക്കുന്നു. അന്ന് വെച്ചോണ്ട് ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ, അടുക്കള ഇരിക്കുന്ന പെണ്ണുങ്ങളെ കൈന്റെ അപ്പുറം മുറിയും. പക്ഷെ അവരത് ചുറ്റിപ്പറ്റി അർത്ഥം പറഞ്ഞ് നോക്കും. അങ്ങനത്തെ മുറിവൊക്കെ എനിക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് കാര്യം ഇതല്ല, ഇത് കുളന്ന് പറഞ്ഞു പോയി. എന്നെ കഴിഞ്ഞ അന്ന് ഓർക്കുന്നുണ്ടോ ഞാൻ ഇവിടെ പോകാൻ അധികാരി പോകാനായിട്ടുണ്ടായിരുന്നു. ഇത് കലുവ വേണമെന്ന് പറഞ്ഞത് 3 നേരത്തെ എന്റെ കൈ മുറിഞ്ഞത്. ഇങ്ങനെ 3 നേരം ഞാൻ ചോദിച്ചു എന്നാ ചേച്ചി ചോദിച്ചവര്. അപ്പൊ എനിക്ക് എന്തെങ്കിലും എങ്ങനെ കയറ്റി കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് വീട്ടിൽ പ്രായത്തിൽ മൂത്തുള്ളവരുണ്ടെങ്കിൽ അവരുടെ സജഷനൊക്കെ വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ. ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കും. അവരോട് ഞാൻ രാവിലെ കിടന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്, എന്നിട്ട് ഇതുവരെ അതിന്റെ പുറകെ പോകാതെ ഫോണിൽ നോക്കി ഇവിടെ ഇരിക്കാൻ വേണ്ടി മണിക്കൂറുകളായി. വേറെന്തെല്ലാം അത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമ്മളെടുത്ത് ചെയ്യുമ്പോ തന്നെ അതിനകത്ത് വെള്ളം വരുന്നത്. വേറെന്തെല്ലാം ഉണ്ടായിരുന്നു. എന്നാ പണി? നീയല്ലേ എത്ര നേരം തെറി പറഞ്ഞോണ്ടിരുന്ന ശ്യാമളായി? തെറിയോ? തെറിയാണോ എന്തോ? തെറിയെന്ന് പറഞ്ഞാൽ ചീത്ത എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വഴക്ക് അലമ്പ്. തന്നെ ഞാൻ പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് തെറി പറയാന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ആൾക്കാർ തെറിയെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ തെറി നല്ല ഉദ്ദേശിക്കുന്നത്. കാണിക്കോ നീ? എന്റെ പൊന്നെ അടുത്തത് പോയി ബാക്കി പറഞ്ഞു. കത്രിക കൊണ്ട് കുത്താനായിട്ട് കൊച്ചിനെ കണ്ടു. എന്റെ പൊന്നെ മിണ്ടായിരുന്നു. ബാക്കി പറ. തെറി എന്ന് പറഞ്ഞ ആൾക്കാർ വിചാരിക്കുന്നത് തെറി എന്ന് പറഞ്ഞ സംഭവം. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞേ, ഞാൻ പറഞ്ഞു അമ്മ ഈ ഫോണിനകത്ത് ഒരുപാട് നേരം ഇരിക്കരുത്, അമ്മയുടെ കണ്ണിന് ദോഷം. രാത്രിയിൽ ഈ ഫോണിനകത്ത് ഇതും കഴിച്ചോണ്ടിരുന്ന അത് അമ്മ 1 മണി വരെ അമ്മയുടെ ഹെൽത്തിന് ദോഷം വരുന്നതുകൊണ്ട്. അല്ലാതെ അമ്മ അത് മാറ്റി അമ്മയുടെ വിചാരം ഞാൻ പണിയത് ഒന്നും ചെയ്യേണ്ടത്. ഇവിടെ വന്ന് എത്ര നേരം കിടന്ന് ഉറങ്ങിക്കോ. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ് നീ അമ്മയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നൂടെ? അല്ല, മനഃപൂർവ്വം ശവങ്ങൾ മാറ്റി നിർത്തുന്ന ആ ഒരു മനഃപൂർവ്വമൊന്നുമല്ല ഇത്. വയ്യാത്തവരല്ല മാറി നിൽക്കട്ടെ, ഞങ്ങള് കുഴപ്പമില്ലാത്തവർ ചെയ്യാലോ. താല്പര്യമുള്ളവരുണ്ടല്ലോ ഇവിടെ ചെയ്യാൻ. നിങ്ങൾക്ക് വേണം ഇത് ലാസ്റ്റ് തിന്നാൻ തരാം. മിക്സിക്കകത്ത് കടിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം. ആര്? എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് ചണ്ടിയോ നീ എന്താ ചുമ്മാ ഇങ്ങനെ കൈട്ട് കളിക്കൊണ്ടിരുന്നത്? അത് ഉപ്പ് പിടിക്കാൻ. ഞങ്ങളങ്ങനെ പലതും ചെയ്യും. നീ എന്നെ ചോദിക്കാൻ വരുന്നേ? ആരാ? ഉപ്പ് പിടിക്കേണ്ടത് എന്നെ അതല്ല 3 പൊടിയുണ്ട്. നീ അതെല്ലാം അതൊന്നും ഒന്നുമല്ല, ചുമ്മാ രസത്തിന്. എന്നാ കുഴപ്പമെന്നാ? എന്നാ ഫോണുമായിട്ട് മല്ലിട്ടു. ഞാൻ ഇതിന് ആ സാധാരണമായ കാര്യം മാത്രമൊന്നുമല്ല, ഫോണുമായിട്ട് മല്ലിടുന്നവര് അതുമായിട്ട് മല്ലിടണം. ഇതിനിടയ്ക്ക് ഒന്നും കയറേണ്ട ആവശ്യമില്ല കേട്ടോ. കൂട്ടാ ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ ഞാൻ എപ്പോഴും ഫോണിൽ എനിക്ക് എന്നെ കാണത്തില്ല, അത് കാണത്തില്ല, പക്ഷെ ശബ്ദം കേൾക്കാം. ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ സംസാരിക്കാറുള്ളൂ. ശബ്ദം കേൾക്കാം. ഒരു മനുഷ്യൻ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. എപ്പോഴും ഫോണ് ബെല്ലടിക്കുന്നത്. അമ്മയുടെ അമ്മ അത് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊണ്ടോ നോക്കണേ. ഇടിച്ചിടിച്ച് ഞാൻ പൊടിച്ചത്. എന്റെ അമ്മ എന്റെ കൈ ചിരി 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 ആ ചിരി 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 ചിരിക്കാ ചിരിക്കാ. എന്തോ അറിയോ ഒത്തൊരുമൈ എന്ന് കണ്ട ഒന്നും തന്നെ ഞങ്ങൾ ഇന്ന് കുമ്പളുണ്ടാക്കുന്ന കഴിയുമ്പോൾ തീരും.
പിന്നെ നിനക്ക് നിന്റെ തള്ളയാണല്ലോ എന്നുള്ളത് നീ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. മേടിക്കല്ലേ അടിമേടിക്കല്ലേ എന്താ ചക്ക മാങ്ങച്ചക്ക അല്ല ഇടിച്ചക്ക ഏ ഇടിച്ചക്ക ഏ അല്ല ആ പച്ചക്ക ഏ ഞാൻ എഴുതി വെച്ചത് അവൾ കുത്തിയും വരച്ചു. അതിനെ മനസ്സിലാവുന്നത് കുഴപ്പമില്ല. ഈ കൊച്ചിനെ എന്നാ ചെയ്യും? പച്ചക്ക മതിയോ മതിയോ എന്നൊക്കെ അടി എന്നോട് ഞാൻ പറഞ്ഞു തന്നാണല്ലോ. അത് മൊത്തം ഇടണം, അതിനല്ല എടുത്ത് വെച്ചേക്കാം. ഇത്രയോ? ആ ഇട്, മൊത്തം ഇട്. ഓക്കെ ചുറ്റില്ലല്ലേ? ചുക്കില്ല, ഇട്ടാ കൊള്ളാൻ നല്ലതാണ്. ഉണ്ടായിരുന്നല്ലോ, എനിക്ക് പൊടിയിരിപ്പുണ്ട് അവിടെ, പക്ഷെ അത്ര നല്ലതായിട്ട് ടേസ്റ്റ് ഇല്ല. ആ അല്ല തെങ്ങല്. ചേട്ടൻ എന്ന് പറയും നമ്മൾ പോയി. അകത്തിരിക്കുന്നു. ഞാൻ അതിനകത്ത് അപ്പം മൂട്ടി വെച്ചു. ഇത് കാണാം. കുറച്ച് 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 അപ്പഴേ ആരും ബാഗ് എടുക്കല്ല. ഇത് ഇപ്പൊ ഒന്ന് സാധനം ഈ കൊച്ചു ബാഗ് എടുക്കുന്നുണ്ട്. ആരെയോ എന്റെ പൊന്നു കുഞ്ഞ ഇങ്ങ് വാ. ഇവിടെ ബാഗ് എവിടെയോ? നാരായണി നിന്റെ ടീച്ചറിന്റെ നമ്പർ അതിനകത്ത് നമ്മുടെ ആൾ തന്നേക്കാം. ടീച്ചർ യൂട്ടി നിർത്തണം. എനിക്ക് കോണ്ടാക്ട് ചെയ്യാനാ ഇപ്പോഴും എപ്പോഴും എന്നും. പിന്നെ ഇങ്ങനെ ഇടാതെ ചെതറി ഇടറി. അവിടെ ചെന്ന് ചെറിയൊരു കംപ്ലൈന്റ് പറഞ്ഞേക്കണം. എന്നറിയാം, ഇതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം പിടിക്കുന്നില്ല. അവര് കാര്യം ചിലപ്പോൾ കാണിയില്ലെങ്കിൽ അവർ അതെന്താന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ എല്ലാം ഉണ്ടോ വിളിക്കാൻ എല്ലാവരും ഇത് ഇത്ര വേണ്ട മൊത്തം കിട്ടും. നമ്മളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നത് വളരെ കൃത്യം, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കൈമാറ്റ് അങ്ങനെയാണ് നമ്മുടെ കാറ്റുണ്ട്. ആ ബുക്ക് അവിടെ വെച്ചത് എന്റെയാ. ആ ബുക്ക് അവിടെ വെക്ക. അത് തന്നെയാ വേണ്ട. കൊച്ചിനൊന്നുമില്ല. പിന്നെ കൊച്ചിനെന്താ ബുക്ക് ഇരിക്കുന്നത്? അത് ഇരിക്കുന്നത് അത് മൊത്തം കൂട്ടി നമ്മളെ ചുമ്മാ ഇരിക്കാൻ അവിടെ പോയി പോയിക്കേ ഇത് പിടിച്ചിട്ട് വരും. നാരായണി ആ ഇടയിൽ ഇരിക്കല്ലേ. എല്ലാം ആ, പിന്നെ ഞാൻ തരത്തില്ല. ഞാനത് ആ ഇനി തരത്തില്ല. വേണ്ട, ഞാൻ പോച്ചോ. അല്ല കടലാസിവിടെ കുറെ ഇരിപ്പുണ്ട്. അതെന്താ അതൊക്കെ കത്തിക്കാട് അതൊക്കെ പെട്ടെന്ന് പോകുമല്ലോ. ഇതിന് വിളിച്ചാൽ പോലെ അതിന്റെ ചാരമെല്ലാം കളഞ്ഞിട്ട് എടുക്കണം ഇനി. അതിന്റെ ഇനി വേണ്ട, അതിന് പൊക്കി എടുക്കണ്ടാവും. ട്രൈ ആവല്ലേ ആകല്ലേ എന്നതാകല്ലോ അത് എന്നത് ഒത്തിരി ഇത് വേണം. എന്നാലേ അത് ഇതായിട്ട് നല്ല ഭയങ്കര കട്ട് കഴിഞ്ഞ കട്ടയിലിരിക്കുന്നത്. അത് തന്നെ. പല്ലില്ലാത്തവരൊക്കെ എങ്ങനെയല്ലേ? നോക്കട്ടെ എത്ര നോക്കട്ടെ. ഇതിന് ലൂസാക്കണേലും കട്ടിയാക്കണേലും അതിനുള്ള സംവിധാനമല്ലേ. ആവശ്യമുള്ള ഒന്നും സ്ഥലം നോക്കട്ടെ. ആവശ്യമുള്ള പറയാത്തില്ല. എന്നാ വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. എവിടെ പോവാൻ? അല്ല കുളിക്കണ്ട അപ്പ കുളിക്കണ്ട എല്ലടിയോ ബ്ലോക്ക് വണ്ടിയായിട്ട് അതിന് കൂടുതലല്ലേ ഇടിവളമല്ലേ എന്തോ മാറി വിളക്ക് ചൂടാ കുറച്ച്
ഇടക്ക് ഇത് കൂടുതൽ വാങ്ങിച്ച് ഇടക്ക് ആ ഇടച്ചിക്കോ എന്തോന്നാ ആറ് ഇടക്ക് ചൂടാടി ഇത് ചൂടാടി ഓടി ഇവിടെ നിങ്ങൾ നോക്കൂ പഠിപ്പിക്കുവാണ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം അപ്പൊ ഇന്ന് പിന്നെ അവിടെ ജനങ്ങൾ മുഴുവൻ ഇവിടെയാ ഇന്ന് 13ാം സ്ഥാനമാണ് പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്ത് പഠിക്കണ്ടേ ഇവിടെ കണ്ടതല്ല ഇത്തിരി മഴ കേട്ടോ ഇപ്പം ഇത്ര നേരം പെയ്യായിരുന്നിട്ട് തകർത്ത് വരുക ഇടിയുണ്ട് ചെറിയ ശരിക്കും കാലവർഷം ഇപ്പോഴെങ്ങാണ്ടാ വന്ന ഇവിടെ കുമ്പളപ്പേന്ദ്ര മരം തന്നെ ഒടിച്ചോണ്ട് വരിക. ഇനി മേലെ ഉപയോഗിക്കരുതെന്നുള്ള രീതിയിലാണോ ഈ മരം അല്ല ഒടിച്ചോണ്ട് വരുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറയുന്ന കേട്ട് ഒടിച്ചാലേ കിളിക്കുള്ളെന്ന്. ആലോചിക്കാം നല്ല കാറ്റുമുണ്ട് മഴയോടെ കുറിച്ചോണ്ട് വന്നോ സ്പൂൺ തരട്ടെ ഏട്ടാ, അതല്ലല്ലോ ഇപ്പോൾ. ഒരു സ്പൂൺ തരട്ടെ. സ്പൂണാകുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് ഫില്ലാവും. ഒരു സ്പൂൺ കൊടുക്കാമേ. ആ തവിക്കകത്ത് ഭയങ്കര പാടാ. ഓ ഇതെന്തോ സമയനായി നാരായണി ഇതിനൊന്നിനി ആരും ഇറക്കും താഴട്ടെ ആരെ നാളെ ആന എന്തോ പറ്റി? അതങ്ങനെ ഇരുന്നോട്ടെ. ഏകദേശം
വിശക്കുന്നു. കറണ്ടെല്ലാം പോയി, വെട്ടമൊന്നുമില്ല. രണ്ടാമത് 2-3 ഉണ്ടായിരുന്നു, അങ്ങനെ വെച്ചു. കഴിക്കുന്നില്ലടി. ഇത് കൊണ്ടുവന്നോ? നമ്മള് ചാനൽ ചെയ്ത് കാണുമായിരുന്നു. ഞാനാ പറഞ്ഞു കൊടുത്തേ. എത്ര നേരം കൊണ്ടുവച്ചിട്ട് ശമ്പളേ ഫോണൊക്കെ മാറ്റി വെക്കും. ശമ്പളം 24 മണി നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാം. അതിനെന്നാ കഴിക്കുന്നില്ലേ? തണുത്തിട്ട് എപ്പോഴും തണുത്ത് കഴിക്കും. ഞാനിക്കുട്ടി തണുക്കെ കാണാൻ തോന്നുന്നു. ഇത് കണ്ടോ? അയ്യോ ഞാനിക്കുട്ടി ഞാനൂട്ടി അല്ലത്, ഞാനൂട്ടിയുടെ അപ്പനാ. മാമനാ, പെൺമാമനാ. ഞാനിക്കുട്ടിയാണ് അവൻ ഷേപ്പ് അല്ലേ? ഓ മാമനെ എന്നോട് പറ്റി പണി കാണാൻ. മഴയ്ക്ക് ഒരു കുറവുമില്ല കേട്ടോ, അതേപോലെ നിൽക്കുക. നല്ല മഴയാണ്, രാവിലെ വരെ തകർത്താൽ പണിയാണ്.